ഹായ് മക്കളെ, നമസ്കാരം നമസ്കാരം നമസ്കാരം. ഒരു മിനിറ്റ്. ആ 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ലണ്ടൻ ബത്തേരിയിലെ കാഴ്ചകൾ എന്ന പാഠഭാഗത്തിൻ്റെ സമ്മറിയും അതിൻ്റെ ചോദ്യോത്തരങ്ങളും പരീക്ഷയ്ക്ക് ഉതകുന്ന വിധത്തിൽ നിങ്ങളിലേക്ക് തരുന്ന ഒരു വീഡിയോയിലേക്ക് മക്കൾക്ക് സുസ്വാഗതം. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ആയില്ലേ? അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇവിടുന്ന് മുഴുവൻ ടെക്സ്റ്റ് ബുക്കും കലക്കി അങ്ങ് തരില്ല. നമ്മൾ കൃത്യമായിട്ട് ആ പാഠഭാഗം ഒരു തവണ വായിച്ചു, ഇതെന്താ ഇങ്ങനെ എന്നൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ലല്ലോ, അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇവിടെ ഇപ്പം എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കപ്പെടുന്നത്. ടെക്സ്റ്റ് ബുക്കായിട്ട് ഒരു ബന്ധമില്ലാത്തവൻ അല്ലെങ്കിൽ ഒരു ബന്ധം ഇല്ലാത്ത ഒരാൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം ഇങ്ങനെ സെറ്റല്ലേ? ഒന്ന് വായിക്കാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ശേഷം എന്ത് ചെയ്യുക, ഇതിനകത്തേക്ക് വരാം. സെറ്റാണ്. പിന്നെ ഈ പാഠഭാഗം എന്ത് ചെയ്യില്ല, നിങ്ങൾ മറക്കൂല. ഓക്കെ, ലണ്ടൻ ബത്തേരിയിലെ കാഴ്ചകൾ ആരുടെ കൃതിയായിരുന്നു? NS മാധവന്റെ കൃതിയാണ്. ഒരു മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് NS മാധവൻ. 1948 എറണാകുളത്താണ് NS മാധവൻ ജനിച്ചത്. 1975 IAS ലഭിച്ചിട്ടുണ്ട് NS മാധവന്. കേരള സർക്കാർ ധനകാര്യ വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നു NS മാധവൻ. ഹിഗിറ്റ, ചൂളൈമേടിലെ ശവങ്ങൾ, പര്യായ കഥകൾ, പഞ്ചകന്യകൾ, ഭീമച്ചൻ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങളാണ്. തിരുത്ത് അദ്ദേഹത്തിൻ്റെ ചെറുകഥയാണ്. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ നോവലാണ്. പുറം മറുപുറം ലേഖന സമാഹാരമാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, മുട്ടത്ത് വർക്കി പുരസ്കാരം തുടങ്ങിയവ ഹിഗിറ്റയ്ക്ക് ലഭിച്ചു. മികച്ച ഒറ്റക്കഥകൾക്കുള്ള മൾബറി പത്മരാജൻ, VP ശിവകുമാർ സ്മാരക കേളി തുടങ്ങിയ അവാർഡുകൾക്ക് പുറമെ ദില്ലിയിലെ കഥ പ്രൈസിനായി 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2024 എഴുത്തച്ഛൻ പുരസ്കാരവും നേടിയിട്ടുണ്ട് ഈ കൃതി. NS മാധവന്റെ ഏതാണ്? ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ് ലണ്ടൻ ബത്തേരിയിലെ കാഴ്ചകൾ എന്ന് പറയുന്ന നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. അപ്പോൾ പാഠഭാഗം വായിച്ച് സെറ്റാണല്ലോ. നോക്കിക്കോ മക്കളാ, NS മാധവനെ നമ്മൾ പരിചയപ്പെട്ടു. എന്തായിരുന്നു ആ പാഠഭാഗം വായിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഒരു ആമുഖം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ്? വള്ളപ്പണിക്കാരൻ കണക്കുകെട്ട വലിയ മത്തേ മൂസാഷാരിയുടെയും അയാളുടെ പത്നി മെറ്റിൽഡയുടെയും ഏക സന്താനമാണ് ജെസിക്ക. ജെസിക്കയുടെ മുഴുവൻ പേര് എഡീന തെരേസ ഐറിൻ മരിയാപ്പിക ഗൊരത്തി അന്ന മാർഗരിത്ത ജെസിക്ക എന്നാണ്. വളരെ ചെറിയ പേരാണ്, മറന്നുപോലല്ലോ. എവിടെ തൊട്ട് തുടങ്ങുന്നത്? ജെസിക്കയുടെ മുഴുവൻ പേരെന്താണ്? ജെസിക്കയുടെ മുഴുവൻ പേര് എഡീന തെരേസ ഐറിൻ മരിയാപ്പിക ഗൊരത്തി അന്ന മാർഗരിത്ത ജെസിക്ക എന്നാണ്. ജെസിക്കയെ അമ്മ പ്രസവിച്ചത് ഒരു തൊഴുത്തിലാണ്. സെറ്റ്. അന്ന് സന്ധ്യക്ക് 3 രാജാക്കന്മാർ മത്തേ മൂസാഷാരിയുടെ വീട്ടിൽ സന്ദർശകരായിട്ട് എത്തി. അവർ തങ്ങൾ കാറൽസ്മാൻ ചരിതം എന്ന ചവിട്ട് നാടകത്തിലെ കഥാപാത്രങ്ങളായ രാജാക്കന്മാരാണെന്ന് പരിചയപ്പെടുത്തി. അവർ യഥാർത്ഥത്തിൽ തൊഴിലാളികളായ സന്ധ്യാഗവും ഫ്രാൻസിസും മൈക്കിളുമായിരുന്നു. നവജാത ശിശുവിന് സമ്മാനങ്ങളുമായിട്ടാണ് അവർ വന്നത്. ജെസിക്ക അമ്മ പറഞ്ഞ സിനിമാ കഥകൾ കേട്ടിട്ടാണ് വളർന്നത്. പല കുറുമ്പുകൾ കേട്ടു വളർന്ന ജെസിക്ക കാറൽസ്മാൻ ചരിതം എന്ന ചവിട്ട് നാടകം അമ്മയോടൊപ്പം പോയി കണ്ടു. ജെസിക്കയെ കൊച്ചിയിലെ ബോർഡിംഗ് സ്കൂളിൽ അയച്ചു പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ജെസിക്കയുടെ മുത്തച്ഛൻ അത് തടഞ്ഞു. അതുകൊണ്ട് ജെസിക്ക ദ്വീപിൽ തന്നെ പഠിച്ചു. ജെസിക്കയ്ക്ക് കണക്ക് ട്യൂഷൻ കൊടുത്തിരുന്നത് പുഷ്പാങ്കദൻ സാറാണ്. ഒരു ദിവസം സാർ അവളെ അനാവശ്യമായി സ്പർശിച്ചു എന്ന് പറഞ്ഞ് ജെസിക്ക ബഹളം വെച്ചു. അപമാനഭാരത്താൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഈ സംഭവം ജെസിക്കയെ ഭ്രാന്തിയാക്കുന്നു. നോവൽ അവസാനിക്കുന്നത് ജെസിക്കയ്ക്ക് ഭ്രാന്തിന് ഷോക്ക് നൽകുന്ന വിവരണത്തോടെയാണ്. ജെസിക്ക മാതാവിനോടൊപ്പം ചവിട്ട് നാടകം കാണാൻ പോകുന്ന രംഗമാണ് നമ്മുടെ പാഠഭാഗത്ത് ആദ്യം നൽകിയിരിക്കുന്നത്. സെറ്റാണല്ലോ. അപ്പൊ നമുക്ക് പാഠഭാഗത്തിന്റെ ഒരു തുടക്ക ഭാഗം ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി പാഠസംഗ്രഹത്തിലേക്ക് വരാം. NS മാധവന്റെ ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനികൾ എന്ന നോവലിൽ നിന്നും എടുത്ത ഈ ഭാഗം ഒരു കുട്ടിയുടെ മനസ്സിൽ കലാരൂപം തീർത്ത മായാത്ത മുദ്രയെ ഹൃദയസ്പർശിയായി ആവിഷ്കരിക്കുന്നു. കലകൾ എങ്ങനെ കുഞ്ഞിന് അനുഭവപ്പെട്ടു,
നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ പാഠഭാഗം അങ്ങനെയാണ് പഠിച്ചത്. പരീക്ഷയ്ക്ക് അതുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടുള്ള ചോദ്യം എന്ത് ചെയ്യാം, വന്നേക്കാം. നോക്കുക, NS മാധവന്റെ ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന നോവലിൽ നിന്നും എടുത്ത ഈ ഭാഗം ഒരു കുട്ടിയുടെ മനസ്സിൽ ഒരു കല കണ്ട സമയത്ത് അത് എന്തൊക്കെ മാറ്റങ്ങളും എന്തൊക്കെ ചിന്തകളുമാണ് ഉണ്ടാക്കിയത് എന്ന് ഹൃദയസ്പർശിയായി ആവിഷ്കരിക്കുന്നു. കഥയിലെ കുട്ടി ചവിട്ടുനാടകം ആദ്യമായി കാണുന്നത് എറണാകുളം TDM ഹാളിലെ ഓണാഘോഷത്തിനാണ്. സെറ്റാണല്ലോ, തലക്കാലത്ത് കയറി നിൽക്കുന്നുണ്ടല്ലോ. കഥയിലെ കുട്ടി ചവിട്ടുനാടകം ആദ്യമായി കാണുന്നത് എറണാകുളം TDM ഹാളിലെ ഓണാഘോഷത്തിനാണ്. താൻ കണ്ട് ശീലിച്ച കായലിന്റെ വിശാലതയും ശബ്ദമുഖരിതമായ അന്തരീക്ഷവുമാണ് അരങ്ങിലെ മഹാദൃശ്യം തന്നെ ഓർമ്മിപ്പിച്ചത് എന്ന പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. കായലിന്റെ വിശാലതയും ശബ്ദവുമാണ് അരങ്ങത്ത് നടക്കുന്ന സംഗതി എന്ത് ചെയ്യുന്നത്, ഓർമ്മയിലേക്ക് കൊണ്ടുവന്നത്. ഒരു കുട്ടിയുടെ പരിചിത ലോകവുമായി അപരിചിതമായ ഒന്നിനെ ബന്ധിപ്പിക്കുന്നതിലൂടെ ആ കലാരൂപത്തിന്റെ വലുപ്പവും ഗാംഭീര്യവും വായനക്കാരന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പാട്ടിലെ തമിഴ് കലർന്ന ഭാഷ മനസ്സിലാകുന്നില്ലെങ്കിലും ദൃശ്യങ്ങൾ നൽകുന്ന അനുഭവം കുട്ടിയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നു. പാഠഭാഗത്തിന്റെ സമ്മറിയാണ്. കാറൽസ്മാൻ ചരിത്രത്തിലെ നാടകീയ മുഹൂർത്തങ്ങൾ വളരെ ലളിതമായി എന്നാൽ ശക്തമായി തന്നെ എഴുത്തുകാരൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പെരംബ്രാസ് കരിങ്കല്ല് തലയിണയാക്കി കൊട്ടാരത്തിനു മുന്നിൽ കിടന്ന് വെല്ലുവിളിക്കുന്ന രംഗം, ചക്രവർത്തിയായ കാറൽസ്മാന്റെ കോപം, വിശ്വസ്തനായ റോൾദാനുമായുള്ള സംഘർഷം, ചെങ്കോല് കൊണ്ടുള്ള പ്രഹരം, രക്തച്ചൊരിച്ചിൽ, ഒടുവിൽ ചക്രവർത്തിയുടെ ആജ്ഞയെ സൈന്യം ധിക്കരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമ്മുടെ കൺമുന്നിൽ സംഭവിക്കുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യും, തോന്നും. നാടകം തുടങ്ങിയത് മുതൽ അവസാനത്തെ തിരശീല വീഴുന്നത് വരെ അമ്മയുടെ കൈ മുറുകെ പിടിക്കുന്ന കുട്ടിയുടെ ചിത്രം ഉള്ളിലെ ഭയവും ആകാംക്ഷയും വ്യക്തമാക്കുന്നു. ഉള്ളിൽ അടക്കിപ്പിടിച്ച വികാരങ്ങളെല്ലാം ആ ഒരൊറ്റ പരിപാടി കഴിഞ്ഞ പാടെ ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിടുന്നുണ്ട്. ആ നിശ്വാസത്തിലൂടെ പുറത്തു വരുമ്പോൾ ആ കലാരൂപം ആ കുട്ടിയുടെ മനസ്സിൽ എത്ര ആഴത്തിലാണ് പതിഞ്ഞത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. ചവിട്ടുനാടകം എന്ന കലാരൂപം, കാറൽസ്മാൻ ചരിതം എന്ന കഥ ആ കുട്ടി കാണുമ്പോൾ കുട്ടിക്ക് എന്തുമാത്രം മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ആ കഥ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് പാഠഭാഗം മുന്നോട്ട് വെക്കുന്ന ആശയം. സെറ്റ് ചോദ്യോത്തരങ്ങൾ നോക്കുക. അതൊരു സാധാരണ ശ്വാസമല്ല, ഇതൊക്കെ നമുക്ക് പറയാം. അതിന് ഉത്തരം എൻ്റെ അന്ന് വരെയുള്ള ജീവിതത്തിലെ ഏറ്റവും നീണ്ട ഉച്ഛ്വാസമായിരുന്നു. ഏറ്റവും നീണ്ട ഉച്ഛ്വാസം തീവ്രമായ ഒരു അനുഭവത്തിന്റെ സൂചനയാണല്ലോ. ജീവിതത്തിൽ ആദ്യമായി ചവിട്ടുനാടകം കണ്ട ജസീക്ക എന്ന കഥാപാത്രത്തിന്റെ അനുഭവം പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ചുരുക്കി എഴുതുക. സെറ്റാണോ? ഏതാണ് ചോദ്യം? അതിന് ഉത്തരം എൻ്റെ അന്ന് വരെയുള്ള ജീവിതത്തിലെ ഏറ്റവും നീണ്ട ഉച്ഛ്വാസമായിരുന്നു. ഏറ്റവും നീണ്ട ഉച്ഛ്വാസം തീവ്രമായ ഒരു അനുഭവത്തിന്റെ സൂചനയാണല്ലോ. ജീവിതത്തിൽ ആദ്യമായി ചവിട്ടുനാടകം കണ്ട ജസീക്ക എന്ന കഥാപാത്രത്തിന്റെ അനുഭവം പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ചുരുക്കി എഴുതുക. ജീവിതത്തിൽ ആദ്യമായി ചവിട്ടുനാടകം കണ്ട ജസീക്കക്ക് അതൊരു തീവ്രമായ അനുഭവമായിരുന്നു. ഉത്തരം നമ്മൾ ആരംഭിക്കുന്നത് ഈ പോയിന്റ് കൊണ്ടാണ്. ജീവിതത്തിൽ ആദ്യമായി ചവിട്ടുനാടകം കണ്ട ജസീക്കക്ക് അതൊരു തീവ്രമായ അനുഭവമായിരുന്നു. എറണാകുളം TDM ഹാളിൽ വെച്ച് കണ്ട കാറൽസ്മാൻ ചരിതം എന്ന ചവിട്ടുനാടകത്തിന്റെ ഭാഷ മനസ്സിലായില്ലെങ്കിലും അരങ്ങിലെ സംഘർഷഭരിതമായ രംഗങ്ങൾ അവളെ പിടിച്ചുലച്ചു. ഭാഷ തമിഴായതുകൊണ്ട് തനിക്കത് മനസ്സിലാവുന്നില്ലെങ്കിലും രംഗങ്ങൾ കാണുന്ന സമയത്ത് അത് വല്ലാതെ കുട്ടി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. ചക്രവർത്തിയും അനന്തരവനും തമ്മിലുള്ള വഴക്കും, ചെങ്കോല് കൊണ്ടുള്ള പ്രഹരവും, രക്തച്ചൊരിച്ചിലും, ഒടുവിൽ സൈന്യം ആദ്യമായി രാജാവിന്റെ കൽപ്പന ധിക്കരിക്കുന്നതുമെല്ലാം അവൾ ഭയത്തോടെയും ആകാംക്ഷയോടെയുമാണ് കണ്ടത്. എന്തൊക്കെയാ നാടകത്തിൽ ഉണ്ടായിരുന്നത്? ചക്രവർത്തിയും അനന്തരവനും തമ്മിലുള്ള വഴക്ക്, ചെങ്കോല് കൊണ്ടുള്ള പ്രഹരം, രക്തച്ചൊരിച്ചിൽ, ഒടുവിൽ സൈന്യം ആദ്യമായിട്ട് രാജാവിന്റെ കൽപ്പന ധിക്കരിക്കുന്നതുമെല്ലാം പേടിയോടും ആകാംക്ഷയോടും കൂടിയാണ് അവൾ കണ്ടത്. നാടകം തീരുന്നത് വരെ അവൾ പിരിമുറുക്കം കൊണ്ട് അമ്മയുടെ കൈ മുറുകെ പിടിച്ചിരുന്നു. അരങ്ങിലെ തീവ്രമായ രംഗങ്ങൾ ഉള്ളിലുണ്ടാക്കിയ ഭയവും ആകാംക്ഷയും പിരിമുറുക്കവും ഒന്നാകെ ആ നിശ്വാസത്തിലൂടെ പുറത്തു വന്നു. ആ കലാരൂപം അവളെ എത്രമാത്രം ആഴത്തിൽ സ്വാധീനിച്ചു എന്നതിൻ്റെ വ്യക്തമായ സൂചനയായിരുന്നു അത്. സെറ്റാണല്ലോ, വിട്ടുപോലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ നമ്മുടെ ഇപ്പം പഠിച്ച ചാപ്റ്റർ, തൊട്ട് മുമ്പത്തെ പാഠം കളിവിളക്കിൻ തിരുനാളം എന്നീ പാഠഭാഗങ്ങൾ വായിച്ചല്ലോ. കലാരൂപങ്ങൾ കാണാൻ പോയ കുട്ടികളുടെ അനുഭവങ്ങളാണ് 2 രചനകളിലും ഉള്ളത്. നോവൽ ഭാഗത്തിലെ കുട്ടിയുടെയും കലാമണ്ഡലം രാമൻകുട്ടി നായരുടെയും അനുഭവങ്ങൾ സമാന സ്വഭാവമുള്ളതാണോ ചർച്ച ചെയ്ത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഏറ്റവും കൂടുതൽ വൃത്തിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. എന്താണ് ഉത്തരം? 2 പാഠങ്ങളിലും കേരളത്തിലെ പരമ്പരാഗത കലാരൂപങ്ങൾ ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്നു. 2നെയും നമ്മൾ എന്ത് ചെയ്യാണ്? താരതമ്യം ചെയ്യാണ്. 2 ഭാഗത്തിലും കേരളത്തിലെ പരമ്പരാഗത കലാരൂപങ്ങൾ, ഒരു സ്ഥലത്ത് ഏതാണ്? ചവിട്ടുനാടകം, രണ്ടാമത്തെ സ്ഥലത്ത് ഏതാണ്? കഥകളി. ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അവതരിപ്പിക്കുന്നത്. കലയുടെ വേരുകൾ എന്ന പാഠഭാഗത്തിനകത്ത് ജീവിതാനുഭവങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ബാല്യകാല അനുഭവങ്ങൾ വ്യക്തി ജീവിതത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നതും 2 പാഠങ്ങളിലും കാണാം. കണ്ട കാഴ്ചകൾ കുട്ടികളുടെ മനസ്സിൽ അത്ഭുതവും ആകർഷണവും ഭയവും നിരാശയും ഉളവാക്കുന്നു. ജസീക്കയുടെ ദീർഘമായ നിശ്വാസവും രാമൻകുട്ടി നായരുടെ ഭയന്നോട്ടവും ഇതിനുദാഹരണമാണ്. ജസീക്ക ദീർഘമായ നിശ്വാസമാണെങ്കിൽ രാമൻകുട്ടി നായർ ഭയന്നോടുകയായിരുന്നു. 2 കലാരൂപങ്ങളിലും യുദ്ധരംഗങ്ങൾക്കും വീരോചിതമായ കഥാസന്ദർഭങ്ങൾക്കും പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഇതാണ് 2 പാഠഭാഗങ്ങൾ തമ്മിലുള്ള സാമ്യത എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് സാമ്യത? 2 സ്ഥലത്തും കുട്ടികളുടെ കാഴ്ചപ്പാടാണ്. 2 സ്ഥലത്തും കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ഭയമാണ് കാണിക്കുന്നത്. 2 കലാരൂപങ്ങളും യുദ്ധവും വീരോചിതമായ കഥാസന്ദർഭങ്ങളുമാണ്. ഇനി വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ എന്ന പാഠത്തിൽ ചവിട്ടുനാടകത്തെക്കുറിച്ചും പ്രത്യേകിച്ച് കാറൽമാൻ ചരിതം എന്ന നാടകത്തെക്കുറിച്ചുമാണ് പറയുന്നത്. എന്നാൽ കളിവിളക്കിൻ തിരുനാളം എന്ന പാഠത്തിൽ കഥകളിയെക്കുറിച്ചും തോരണയുദ്ധം എന്ന ആട്ടക്കഥയിലെ ഹനുമാൻ വേഷത്തെക്കുറിച്ചാണ് പറയുന്നത്. സെറ്റ്. ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ NS മാധവന്റെ ലന്തൻ ബത്തേരിയിലെ ലുത്തിനികൾ എന്ന നോവലിൽ നിന്നുള്ളൊരു ഭാഗമാണ്. അതിനാൽ ഇതൊരു സാങ്കല്പിക കഥാപാത്രത്തിന്റെ അനുഭവം മാത്രമാണ്. നോവൽ എഴുതുന്നത് ഭാവനയിൽ കണ്ടുകൊണ്ടാണ്. എന്നാൽ രാമൻകുട്ടി നായരുടെ കളിവിളക്കിൻ തിരുനാളം എന്ന പാഠഭാഗം അദ്ദേഹത്തിന്റെ ആത്മകഥയായ തിരനോട്ടം എന്ന കൃതിയിൽ നിന്നുള്ളതാണ്. ഇത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ബാല്യകാല അനുഭവമാണ്. വ്യത്യാസം അതാണ്. ഇനി ലന്തൻ ബത്തേരിയിലെ കാഴ്ചകളിൽ ജസിക്ക എന്ന പെൺകുട്ടിയാണ് കേന്ദ്ര കഥാപാത്രം. എന്നാൽ കളിവിളക്കിൻ തിരുനാളത്തിൽ കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്ന കുട്ടിയാണ് കേന്ദ്ര കഥാപാത്രം. രാമൻകുട്ടി നായർക്ക് കഥകളി കണ്ട അനുഭവം പിന്നീട് ഒരു മികച്ച കഥകളി നടനാകാൻ പ്രചോദനമായി. എന്നാൽ ജസീക്ക ചവിട്ടുനാടകം കണ്ടിട്ട് ചവിട്ടുനാടക കലാകാരിയായിട്ട് എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. സാമ്യതയും വ്യത്യാസങ്ങളും താരതമ്യക്കുറിപ്പ് എന്ത് ചെയ്തു? നമ്മൾ അവിടെ എഴുതി കഴിഞ്ഞു. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചവിട്ടുനാടകം. കുറെ നേരമായില്ല ചവിട്ടുനാടകം എന്ന് പറയുന്നത്. ചവിട്ടുനാടകത്തെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? ചുവടിന് അഥവാ ചവിട്ടിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കലാരൂപമാണ് ചവിട്ടുനാടകം. ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് ഈ നാടക കലാരൂപത്തിന് പ്രചാരം. പോർച്ചുഗീസ് ഭരണകാലത്താണ് ചവിട്ടുനാടകം ആവിർഭവിച്ചത് എന്നാണ് വിശ്വാസം. ഏറെ കായികാധ്വാനം വേണ്ടിവരുന്ന കലാപ്രകടനമായതിനാൽ ഒരു നല്ല ചവിട്ടുനാടകക്കാരന് കായികക്ഷമത അത്യാവശ്യമാണ്. ചിന്നതമ്പി പിള്ള, വേദനായകൻ പിള്ള എന്നിവരാണ് ചവിട്ടുനാടകത്തിന്റെ ഉപജ്ഞാതാക്കൾ. ബൈബിളിൽ നിന്നോ ചരിത്രത്തിൽ നിന്നോ ഉള്ള കഥകളാണ് ചവിട്ടുനാടകത്തിൽ പ്രധാനം. കാറൽമാൻ നാടകമാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തം. തുർക്കികൾക്കെതിരെ കുരിശുയുദ്ധം നടത്തിയ കാറൽമാൻ ചക്രവർത്തിയുടെ കഥയാണിത്. കഥയേക്കാൾ മുമ്പേ പഠിപ്പിക്കുന്നത് ആയുധ അഭ്യാസങ്ങളാണ്. ചവിട്ടുനാടകത്തിൽ പാട്ടുകളാണ് കൂടുതൽ. പാട്ടുപാടി ചുവട് വെച്ച് അഭ്യസിക്കുന്നതിന് ചൊല്ലിയാട്ടം എന്നാണ് പറയുക. സംഗീതം, അഭിനയം, നൃത്തം, സംഭാഷണം, താളമേളങ്ങൾ എന്നിവയൊക്കെ ചേർന്നതാണ് ചവിട്ടുനാടകം. ഇതിലെ കഥാപാത്രങ്ങൾക്ക് പൊതുവെ പുരാതന ഗ്രീക്ക്, റോമൻ ഭടന്മാരെയും യൂറോപ്യൻ രാജാക്കന്മാരെയും അനുസ്മരിപ്പിക്കുന്ന വേഷങ്ങളായിരിക്കും കഥാപാത്രങ്ങൾ എന്ത് ചെയ്യുക? അണിയുക. വർണ്ണക്കടലാസുകളും സിൽക്ക്, കസവ്, വെൽവെറ്റ് തുണികളും വേഷങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. പോർച്ചട്ട, പടത്തൊപ്പി, കാലുറ, കിരീടം, ചെങ്കോല്, കയ്യുറ എന്നിവയുമുണ്ട്. ചെണ്ട, പടത്തമ്പേറ്, മദ്ദളം, ഇലത്താളം തുടങ്ങിയ വാദ്യങ്ങൾ ഉപയോഗിക്കും. ഇന്ന് തബല, ഫിഡില്, ബുൾബുൾ, ഫ്ലൂട്ട്, ഗിത്താർ മുതലായ പശ്ചാത്തല വാദ്യങ്ങളും കീബോർഡും കാണാം. സംഭാഷണം മുഴുവൻ ഗാനരൂപത്തിലാണ്. വിരുത്തം, കവി,
കാപ്പ്, ഉയരം, കലിത്തുറ, ഇന്നിശൈ, ചിന്ത് തുടങ്ങിയ പല വർണ്ണമട്ടുകളാണ് രചന. സാഹിത്യത്തിന്, അതായത് നമ്മുടെ ചവിട്ട് നാടകത്തിന്റെ സാഹിത്യത്തിന് ചുവടി എന്നും പറയും. ചവിട്ട് നാടകം എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന് ചുവടി എന്നും പറയും. സെറ്റാണല്ലോ. ഓക്കെ, വളരെ വൃത്തിയായിട്ട് ഒരു 2 തവണ ക്ലാസ് കേൾക്കുക, ചോദ്യോത്തരങ്ങൾ സെറ്റാക്കുക, പരീക്ഷയ്ക്ക് തയ്യാറാവുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് ചെയ്യണം? മാഷിന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.